ഹലോ. വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ നമ്മുടെ എപ്പിസോഡ് 4 എത്തിയിട്ടുണ്ട്. നമ്മൾ എപ്പിസോഡ് 1, 2, 3 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. യു ഗൈസ് വർ കൺസിസ്റ്റൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ട്രേഡിങ്ങിൻ്റെ കുറച്ച് ബേസിക്സ് മനസ്സിലാക്കി, ടെർമിനോളജീസ് മനസ്സിലാക്കി, പിന്നെ നമ്മൾ ട്രെൻഡ് എന്താണ്, ടൈപ്സ് ഓഫ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എവറി ഡേ വി ആർ സ്പെൻഡിങ് വെറും 15 to 17 മിനിറ്റിനുള്ളിലായിട്ടാണ് നമ്മൾ ആകെ സ്പെൻഡ് ചെയ്യുന്നത് ടു ലേൺ കുറച്ച് ബേബി സ്റ്റെപ്സ് എടുത്തിട്ട് നമുക്ക് ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ എഫേർട്ട് എടുത്തിട്ട് വലിയ അറിവുകൾ നമ്മൾ നേടുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. ഇന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ബേസിക്കായിട്ടൊരു ഓവർവ്യൂ തരാം. അതായത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ, നമ്മൾ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യണമല്ലോ. അതായത് നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് നോക്കിയാലല്ലേ നമുക്ക് ട്രേഡ്സിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ലുക്ക് അറ്റ് സംവെയർ, റൈറ്റ്? നമുക്ക് ഈ ഒരു അനാലിസിസ് തന്നെ എന്തുണ്ട്? ബിഫോർ ദാറ്റ് നമുക്ക് അനാലിസിസ് തന്നെ 2 തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ഒന്ന് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ, ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഒക്കെ അതിൻ്റെ ന്യൂസ് ബേസിസിൽ ഉള്ള അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർ നടക്കുന്ന സമയങ്ങളിലൊക്കെ ഗോൾഡിൻ്റെ പ്രൈസ് കൂടാനാണ് ചാൻസസ് കൂടുതൽ. ബിക്കോസ് ടു സ്ട്രെങ്തൻ ദ കൺട്രീസ് പവർ ദേ മേ ബി പർച്ചേസിങ് മോർ ആൻഡ് മോർ ഗോൾഡ് ടു ദ കൺട്രി റിസർവ്. അതുകൊണ്ട് തന്നെ ഈ വാറിൻ്റെ സമയങ്ങളിലൊക്കെ നമുക്ക് ഗോൾഡിൻ്റെ പ്രൈസ് ഹൈക്ക് നമുക്ക് കാണാവുന്നതാണ്. അതെന്താണ്? അതൊരു ഫണ്ടമെൻ്റൽ ഇമ്പാക്റ്റാണ്, ഫണ്ടമെൻ്റൽ ന്യൂസ് ഇമ്പാക്റ്റാണ് ആണല്ലോ. ബട്ട് നമുക്കിവിടെ കോർ ഇമ്പോർട്ടൻ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്താണ്? ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഈ ടെക്നിക്കൽ അനാലിസിസിന് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് മീഡിയം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, വി ഡോണ്ട് നീഡ് സംതിങ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? നമ്മളിവിടെ ടെക്നിക്കലി അനലൈസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി അല്ലെങ്കിൽ പെർട്ടിക്കുലർ കറൻസി പെയറിനെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു മീഡിയമോ ആണ് എന്ത്? ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അവിടെ എന്ത് ടൈപ്പ് ചെയ്യുക? www.tradingview.com അല്ലെങ്കിൽ tradingview.com എന്ന് സിംപ്ലി നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാവുന്ന. ഈ സൈൻ ഇൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ടാവും. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ അത് വെച്ചിട്ട് എന്താ ചെയ്യുക? നിങ്ങൾ ഒന്നിവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, എൻ്റേത് ഇവിടെ ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. ഞാൻ ലോഗിൻ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ പ്രൊഡക്ട്സിൽ സൂപ്പർ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊഡക്ട്സിൽ സൂപ്പർ ചാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾക്ക് ചാർട്ട്സ് വരുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ബൈ ഡീഫോൾട്ട് നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മോസ്റ്റ്ലി വരുന്നത് ആപ്പിളിൻ്റെ സ്റ്റോക്കായിരിക്കും. ഓക്കെ, APPL, ആപ്പിൾ, നമ്മുടെ ആപ്പിളില്ലേ, APPLE, ആപ്പിൾ, നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ ആപ്പിളിൻ്റെ സ്റ്റോക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി വേണം, ലൈക്ക് യു വാണ്ട് ടു ഓപ്പൺ കറൻസി ഓർ കമ്മോഡിറ്റി ആയിട്ടുള്ള ഗോൾഡൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്നും ചെയ്യേണ്ട. ഈ ഒരു വൈറ്റ് സ്ക്രീനിൽ ടാപ്പ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഗോൾഡാണെന്നുണ്ട് XAUUSD എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്കിവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരും. ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ, ഇവിടെ നമുക്ക് കാണാൻ എന്താണ്? ഇവിടെ നമുക്ക് ഗോൾഡ് തന്നെയാണ് എല്ലാം, പക്ഷേ ഇവിടെ നമുക്ക് കുറേ ഡിഫറെൻറ്റ് നെയിംസ് കാണാം. ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ബ്രോക്കേഴ്സിൻ്റെ പേരാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. അതവിടെ പല ബ്രോക്കേഴ്സിൻ്റെ ചാർട്ട്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് forex.com ആണ്. ഞാൻ ചെയ്തത് forex.com ആണ്, പക്ഷേ നിങ്ങൾക്ക് ഓണ്ടയുടെ ചാർട്ട്സ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഓണ്ടയുടെ ചാർട്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് വിചാരിക്കാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചാർട്ട്സ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊന്നും അല്ലാതെ ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഈ ഒരു ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ മീഡിയം നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻഡിൽസിൻ്റെ കളറ്, അതായത് ഈ ഒരു നമ്മളിവിടെ ചാർട്ടിൽ കാണുന്ന ഈ ഒരു പിക്ചോറിൽ റെപ്രസെൻറ്റേഷൻസിനെയാണ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് വിളിക്കുന്നത്. ഇതെന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് വേറൊരു സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. ഈ ഒരു ക്യാൻഡിൽസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ. ഇതിൻ്റെ കളറ് ചിലപ്പം റെഡും
ഗ്രീനും ആയിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലോട്ട് ആക്കാനുള്ളത് ഒക്കെ പറഞ്ഞിരുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് കാണാം ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമുക്ക് കാണാം ഇവിടെ കുറച്ച് എന്തുണ്ട്, ഇവിടെ നമുക്ക് നമ്മുടെ പേരുണ്ട്, നമ്മുടെ കമ്മോഡിറ്റിയുടെ XAUUSD. ഇവിടെ നമുക്ക് ഇതാ നമ്മുടെ ഫോട്ടോ വരുന്നുണ്ട്, ഇവിടെ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അതല്ലാതെ ഇവിടെ നമുക്ക് കാണുന്നത് 1M 5M 15M 30M 1 hour 2 hour എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എന്താണ്, ടൈം ഫ്രെയിംസ് ആണ്. സോ ഇവിടെ നമുക്ക് വേണ്ട കുറച്ച് ടൈം ഫ്രെയിംസ് എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. സോ ആസ് എ ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇവിടെ 1 മിനിറ്റ് ഒന്നും വെക്കണ്ട, നിങ്ങൾ 15 മിനിറ്റ് 1 hour 4 hour പിന്നെ നമുക്ക് ഡെയിലി ഈ ഒരു 5, അതായത് 15 മിനിറ്റ് 1 hour 4 hour ഡെയിലി, ഫോർ ടൈം ഫ്രെയിംസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതവിടെ സ്റ്റാർ വെക്കാം. ഈ സ്റ്റാർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നിങ്ങൾക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആ ഒരു ടൈം ഫ്രെയിംസ് ഒക്കെ ഇവിടെ വിസിബിളായി വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ടൈം ഫ്രെയിംസ് നമുക്ക് വേണ്ടത് നമ്മൾ ആഡ് ചെയ്ത് വെക്കൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലുള്ള ടൂൾ പാനലിലോട്ട് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടൂൾസ് ഏതൊക്കെ വെച്ചാൽ, ഇപ്പം നമുക്ക് ക്രോസ് ടൂൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ചാർട്ട്സ് ഇങ്ങനെ മൂവ് ചെയ്യിക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ക്രോസ് ടൂളിൻ്റെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോട്ട് ജസ്റ്റ് നമുക്കതിൻ്റെ യൂസസ് ഒന്നും വരുന്നില്ല, ആരോ സെയിം യൂസേജിനാണ് വരുന്നത്, സെയിം ആസ് ലൈക്ക് ക്രോസ് ടൂൾ. പിന്നെ നമുക്ക് അടുത്തതിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് ആവശ്യം വരുന്ന ടൂൾസ് എന്ന് പറയുമ്പോൾ ആസ് എ ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ടത്, ഫോർ എക്സാമ്പിൾ ട്രെൻഡ് ലൈൻ നമുക്ക് പറയാം. ട്രെൻഡ് ലൈൻ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ ലൈൻസ് വരയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ്. സോ അത് പഠിക്കുന്ന ഒരാൾക്ക്, സ്ട്രാറ്റജീസ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഈ ആവശ്യമുള്ള കുറച്ച് ടൂൾസാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണ്ടത് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ റേ ആണ്. സോ ഇതും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിൻ്റെ യൂസുകളൊക്കെയാണ് ജസ്റ്റ് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് ക്യാൻ ബി ടേൺഡ് ഇൻ ടു വെർട്ടിക്കൽ ഓൾസോ, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഫിബ് റീട്രേസ്മെൻറ്റ്. ഇതെന്താണെന്നുള്ളത് കമ്മിങ് ക്ലാസ്സസിൽ പറഞ്ഞിരുന്നതായിരിക്കും, ബട്ട് ജസ്റ്റ് ആഡ് ഇറ്റ് ഇൻ ടു ദ ഫേവറേറ്റ്സ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലോങ്ങും ചെയ്യുന്നുണ്ട് ഷോർട്ടും ചെയ്യുന്നുണ്ട്. അതായത് വി ആർ ബൈയിങ് ആസ് വെൽ ആസ് സെല്ലിങ്. നമ്മൾ ഷോർട്ട് സെല്ലിങ്ങും ചെയ്യുന്നുണ്ട്, ലോങ് അതായത് ബൈയിങ്ങും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് രണ്ടിനും കൂടെ ഒരു ടൂൾസിൻ്റെ ആവശ്യം വരുന്നുണ്ട്, ലോങ് പൊസിഷൻ ആസ് വെൽ ആസ് ഷോർട്ട് പൊസിഷൻ. സോ അത് രണ്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് രണ്ടും കൂടെ നിങ്ങളൊന്ന് ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ യൂസസൊക്കെ അപ്കമിങ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, സോ അതിന് ശേഷം നമുക്ക് വരുന്നതാണ് എന്താണ്, കുറച്ച് ഡ്രോയിങ് ടൂൾസ് വരുന്നുണ്ട് ബ്രഷസ് ആയിട്ട്. സോ ഇതിലും നമുക്ക് വേണ്ടത് ആരോ, പാത്ത് ടൂള്, എലിപ്സ്, ഇത് മൂന്നും മതി. ഇത് മൂന്നും എന്ത് ചെയ്ത് വെക്കുക, നിങ്ങൾ ഫേവറേറ്റ്സിലൊന്ന് ആഡ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ടെക്സ്റ്റും കോൾ ഔട്ട്. ദാറ്റ്സ് നോട്ട് നെസസറി, ബട്ട് ടെക്സ്റ്റ് ടൂൾ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, നിങ്ങൾ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫേവറേറ്റ്സിൽ ആഡ് ചെയ്ത് വെച്ച എല്ലാ ടൂൾസും നമുക്കിവിടെ ഈസിലി വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് ഓവർവ്യൂ വരുന്നത്. പിന്നെ നമുക്ക് ക്യാൻഡിൽസിൻ്റെ ഒക്കെ കളേഴ്സ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിലോട്ട് പോവുക. ഈ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സിമ്പിളിൽ കൊടുക്കുക. സിമ്പിളിൽ നമുക്കിവിടെ ബോഡി കാണാം, ബോർഡേഴ്സ് കാണാം, വിക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് എന്താക്കുക, ഇവിടെ നമുക്ക് വേണ്ട കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാൻഡിലിന്, അതായത് നമുക്ക് ഇവിടെ ബുള്ളിഷ് ക്യാൻഡിൽസും വരുന്നുണ്ട്, ബിയറിഷ് ക്യാൻഡിൽസും വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ 2 ട്രെൻഡ് ഉണ്ട്, ബുള്ളിഷ് ആസ് വെൽ ആസ് ബെയറിഷ്. സോ ആ 2 ക്യാൻഡിൽസിനും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണിത്. സോ അതിനൊരു ബോർഡർ വരുന്നുണ്ട്, ആ ബോർഡേഴ്സിൻ്റെ കളർ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. അതിലിവിടെ ഒരു നീഡിൽ ലൈക്ക് സ്ട്രക്ചർ വരുന്നില്ലേ, ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈന് പോലെ കളേർഡ് പാർട്ടല്ലാതെ അതിനെ വിളിക്കുന്ന പേരാണ് വിക്ക് എന്ന്. അതിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ട്രേഡിംഗ് വ്യൂയുടെ ബേസിക്സ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് വേണ്ട സ്റ്റോക്സ് ഓർ വാട്ട് കറൻസി പെയർസ് ഓർ കമോഡിറ്റീസ് നമുക്കിവിടെ ഫേവറേറ്റ്സിൽ നമുക്കിവിടെ ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം. സോ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഗോൾഡ് ചാർട്ട്സ് മാത്രം നോക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് ഞാൻ വേറെ ചാർട്ട്സിലോട്ട് പോകാറില്ല. ബട്ട് നിങ്ങൾ കറൻസി പെയർസും സ്റ്റോക്സും അല്ലെങ്കിൽ ഫോറക്സിൽ കമോഡിറ്റീസ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മൾട്ടിപ്പിൾ ചാർട്ട്സ്
കറൻസി പെയർസിൻ്റെയും കമ്മോഡിറ്റീസിൻ്റെയും സ്റ്റോക്സിൻ്റെയും ചാർട്ട്സ് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം ഫോർ ഈസിലി ആക്സസിങ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് യു ഡിഡ് സം മാർക്കിങ്സ്. നിങ്ങൾ പല പല മാർക്കിങ്സ് ചാർട്ടിൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ചാർട്ടിൽ പല മാർക്കിങ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ട് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജസ്റ്റ് ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഡൗൺലോഡ് ഇമേജോ ഓർ കോപ്പി ഇമേജോ അല്ലെങ്കിൽ കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ലിങ്കായിട്ട് കിട്ടുന്നതാണ്. ഇതാ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് എ പിക്ചർ, പ്രോപ്പർ പിക്ചർ. വെയിറ്റ്, യെസ്, ഇങ്ങനെ നമുക്കൊരു പിക്ചറായിട്ട് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് ലിങ്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും, നമുക്ക് ഫോട്ടോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെയാണ് ട്രേഡിംഗ് വ്യൂയുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് വരുന്നത്. വേറെ കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് കറൻ്റ്ലി ആവശ്യമായിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഇതൊന്ന് ട്രേഡിംഗ് വ്യൂവിൽ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഷെയർ ഇട്ട് അവർ ഗ്രൂപ്പ് നിങ്ങൾ ചെയ്തെന്നുള്ളതൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് എനിക്കും പിന്നെ നിങ്ങൾക്കും ഒരു സെൽഫ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ പഠിക്കുക, മനസ്സിലാക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.